നമുക്കറിയാം സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിൽ താൽക്കാലിക വിസിമാരെ നിയമിച്ച ഗവർണറുടെ നടപടി നിയമപരമല്ലെന്ന് ഇന്നലെ ഹൈക്കോടതി പറഞ്ഞു. അതുതന്നെയാണ് എല്ലാ പത്രങ്ങളുടെയും പ്രധാനപ്പെട്ട വാർത്തയും. ശരിക്കും ഗവർണർക്ക് തിരിച്ചടിയാണ് കോടതി ഉത്തരവ്. സാധാരണ ഈ തിരിച്ചടി എന്നുള്ള വാക്ക് സർക്കാരും തിരിച്ചടി അങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുള്ളപ്പോൾ ശരിക്കും തിരിച്ചടിയാകുന്നത് ഇന്നലത്തെ വാർത്ത കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പത്രങ്ങളും ആ രൂപത്തിൽ തന്നെ തിരിച്ചടി എന്ന വാക്ക് എല്ലാ പത്രങ്ങളും ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോകാം. നിയമനം സർക്കാർ പട്ടികയിൽ നിന്ന് വേണമെന്ന് ഹൈക്കോടതി എന്നാണ് ദേശാഭിമാനിയുടെ ഒന്നാം പേര് തലക്കെട്ട്. കാരണം ഗവർണർക്ക് തിരിച്ചടി എന്നുള്ളതിനപ്പുറത്തേക്ക് സർക്കാർ പട്ടികയിൽ നിന്ന് തന്നെ നിയമനം വേണമെന്ന് ദേശാഭിമാനി ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ദേശാഭിമാനി അതുകൊണ്ടാണ് അങ്ങനെ തലക്കെട്ട് എഴുതുമെന്ന് വിചാരിക്കുന്നു. താൽക്കാലിക വിസിമാർ പുറത്ത് എന്നുള്ളതാണ് മാധ്യമം പറയുന്നത്. വളഞ്ഞ വഴിയിൽ വിസിമാർ വിലസേണ്ട എന്ന് വീക്ഷണം പറയുന്നുണ്ട്. കാരണം വീക്ഷണത്തിനറിയാം വളഞ്ഞ വഴിയിലാണ് വിസിമാർ വിലസുന്നത്, വളഞ്ഞ വഴി ഗവർണറുടെ വഴിയാണ് എന്നുള്ളത്. മറ്റു പത്രങ്ങളിലേക്ക് പോയാൽ എന്തായാലും ഈ വീക്ഷണത്തെയും ദേശാഭിമാനിയൊക്കെ മാറ്റിവെച്ചാൽ താൽക്കാലിക വിസിമാർ പുറത്ത് എന്നുള്ളതിനപ്പുറത്തേക്ക് ഗവർണർക്ക് കോടതി അടി അതൊരു വലിയ ഷാർപ്പായിട്ടുള്ള ഹെഡിങ് ആണ്. ഗവർണർക്ക് കോടതി അടി. ഇത് സുപ്രഭാതമാണ് അങ്ങനെ പറയുന്നത്. താൽക്കാലിക വിസി നിയമനം അപ്പീൽ തള്ളി ഡിവിഷൻ ബെഞ്ച് എന്നുള്ളത് ഗവർണർക്ക് ഈ കോടതി അടി എന്നുള്ളത് ഒരു പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും സമീപകാലത്തൊന്നും പത്രങ്ങൾ ഉപയോഗിക്കാത്തൊരു തലക്കെട്ടാണ്. മറ്റ് മംഗളവും ദീപികയും ഒക്കെ ഗവർണർക്ക് തിരിച്ചടി എന്നുള്ളതാണ്. മംഗളവും ദീപികയും ഒരേ ഹെഡിങ് തന്നെയാണ്, ഗവർണർക്ക് തിരിച്ചടി എന്ന രൂപത്തിൽ പറയുന്നത്. അങ്ങനെ വളരെ വിശദമായി മാതൃഭൂമിയും തിരിച്ചടി എന്നുള്ളത് തന്നെയാണ്. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക വിസിമാരെ നിയമിച്ച ഗവർണറുടെ നടപടി നിയമപരമല്ലെന്ന് ഹൈക്കോടതി പറയുന്നു. തിരിച്ചടി എന്നാണ് മാതൃഭൂമിയും പറയുന്നത്. ജന്മഭൂമി മാത്രമാണ് ഒന്നാം പേജിൽ ഈ വാർത്ത ഒട്ടുമേ കൈകാര്യം ചെയ്യാതെ പോയത്. അവർ കണ്ടിട്ടേ ഇല്ല. ഗവർണർക്ക് തിരിച്ചടി ആയതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. മാതൃഭൂമിയിലേക്കും മനോരമയിലേക്കും വേഗം ഒന്ന് പോയി വരാം. ഇതിലേറ്റവും പ്രധാനം ഈ സ്ഥിരം നിയമനത്തിന് നടപടിയെടുക്കണം എന്ന് പറയുന്നത്. കാരണം നമ്മൾക്കറിയാം നമ്മളുടെ സർവകലാശാലകളിൽ ഏതാണ്ട് 12-13 സർവകലാശാലകളിൽ ഒരിടത്ത് മാത്രമാണ് സ്ഥിരം വി സി ഉള്ളത്. അതാണ് ഏറ്റവും കൗതുകരമായ സംഗതി. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല, ഡിജിറ്റൽ സർവകലാശാല എന്നിവയുടെ താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിച്ച ഗവർണറുടെ നയമടി നിയമപരമല്ലെന്ന് സിംഗിൾ ബെഞ്ച് ഉത്തരവ് പറഞ്ഞിരുന്നു. അതിനെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുകയാണ് ചെയ്തത്. വിദ്യാർത്ഥികളുടെയും സർവകലാശാലയുടെയും ഉത്തമ താല്പര്യം കണക്കിലെടുത്ത് ചാൻസലർ കൂടിയായ ഗവർണറും സർക്കാരും വി സിമാരുടെ സ്ഥിരം നിയമനം താമസം കൂടാതെ നടപടി സ്വീകരിക്കണമെന്നും ജസ്റ്റിസ് അനിൽ നരേന്ദ്രനും PV ബാലകൃഷ്ണനും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. ഇതോടെ താൽക്കാലിക വി സിമാരായ ഒരുപാട് ആളുകൾ ഈ താൽക്കാലിക വിസിയിൽ നിന്ന് ഒഴിവാകേണ്ടി വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 6 മാസ കാലാവധി പിന്നിട്ട മറ്റ് 8 പേർ കൂടി ഉണ്ടെന്നും മനോരമ പറയുന്നു. സർക്കാർ ശുപാർശയില്ലാത്ത നിയമനം തെറ്റ്, അതാണ് ദേശാഭിമാനിയും പറയാൻ ശ്രമിക്കുന്നത്. മനോരമ അത് സബ് ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. സർക്കാർ ശുപാർശയില്ലാത്ത നിയമനം തെറ്റ് എന്നുള്ളതാണ്. ഒരുപക്ഷെ മനോരമയുടെ 9-ാം പേജിലേക്ക് പോയാൽ കുറച്ചും കൂടി വിശദമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. സ്ഥിരം വി സി ആരോഗ്യ സർവകലാശാലയിൽ മാത്രം എന്നുള്ളതാണ്. കേരളയിൽ അധിക ചുമതല 6 മാസം പിന്നിട്ട് 10 വി സിമാരും അവർ ചുമതലയേറ്റ കാലവും ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും സ്ഥിരം വി സി ആരോഗ്യ സർവകലാശാലയിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് വളരെ കൗതുകരമായ കാര്യമാണ്. കേരളത്തിൽ 14 സർവകലാശാലകളാണ് ഇപ്പോൾ നമ്മുടെ 14 സർവകലാശാലയാണ് കേരളത്തിലുള്ളത്. അതിൽ ആരോഗ്യ സർവകലാശാലയിൽ മാത്രമാണ് വി സി ഉള്ളതെന്നും പറയുന്നുണ്ട്. ഗവർണർക്ക് ആദ്യ പ്രഹരമെന്ന് മനോരമ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വന്ന ശേഷം അദ്ദേഹത്തിന് കിട്ടുന്ന ആദ്യ അടി എന്ന രൂപത്തിലാണ് ആദ്യ പ്രഹരം എന്ന രൂപത്തിലാണ് മനോരമ പറയുന്നത്. ഒരു പക്ഷേ തിരിച്ചടി എന്നതും പ്രഹരം എന്നതും നേരത്തെ പറഞ്ഞ കോടതി അടിയും ഒക്കെ ഗവർണർക്ക് കിട്ടിയ വലിയ അടിയായിട്ട് തന്നെയാണ് എല്ലാ പത്രങ്ങളും കണക്കാക്കുന്നതെന്ന് വേണം കാണാൻ. ഒരുപക്ഷെ കേരളകൗമുദിയിലേക്ക് പോയാൽ UGCയിൽ താൽക്കാലികമില്ല, സിസ തോമസും ശിവപ്രസാദും. അത് ഗവർണറുടെ അപ്പീൽ തള്ളിക്കൊണ്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞ കാര്യമാണ്. ഗവർണർ സുപ്രീം കോടതിയിലേക്ക് എന്നൊരു വരി കൂടി കേരളകൗമുദി ചേർക്കുന്നുണ്ട്. സ്വാഭാവികമായും ഗവർണർക്ക് സുപ്രീം കോടതിയിൽ പോകാൻ കഴിയും. കാരണം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞാൽ പിന്നെ സുപ്രീം കോടതിയാണ്. മറ്റു പത്രങ്ങളൊന്നും ഗവർണർ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യം പറയുന്നില്ല. അത് കേരളകൗമുദിയാണ് പറയുന്നത്. ഗവർണർ സുപ്രീം കോടതിയിലേക്ക് എന്ന് കൂടി പറയുന്നുണ്ട്. ഒരുപക്ഷെ എന്തായിരിക്കും ഗവർണറുടെ അടുത്ത തീരുമാനം എന്നുള്ളത് വളരെ കൗതുകരമായ കാര്യമാണ്. ഈ വാർത്തയുടെ വലിയ ഡെവലപ്മെൻറ്റും അതുതന്നെയായിട്ട് വേണം കാണാൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ പത്രങ്ങളും വളഞ്ഞ വഴിയിൽ വി സിമാർ വിലസേണ്ട എന്നൊക്കെ വീക്ഷണം പറയുമ്പോൾ ജന്മഭൂമി ഈ വാർത്ത കണ്ടതേയില്ല എന്ന മട്ടിലാണ് 1-ാം പേജ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഉൾപേജിൽ ഉണ്ടോ എന്ന കാര്യം അറിയില്ല. ഞാൻ അധികം നോക്കി കണ്ടുപിടിക്കാൻ പോയിട്ടില്ല. മറ്റൊരു കാര്യം, ഇനി വേഗം മറ്റ് വാർത്തകളിലേക്ക്. ഈ പഹൽഗാം ഭീകരാക്രമണം നമ്മുടെ ഓർമ്മയിലുള്ള കാര്യമാണ്. വലിയ ആക്രമണമാണ് ഇന്ത്യ നേരിട്ടത്. അതിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുള്ളത് മറ്റാരുമല്ല പറയുന്നത്. 5 വർഷം ജമ്മു കാശ്മീരിൽ ലഫ്റ്റനൻറ്റ് ഗവർണറായിരുന്ന മനോജ് സിൻഹയാണ് പറയുന്നത്. അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ അത് സ്വാഭാവികമായും അതൊരു വലിയ വാർത്തയാണ്. കാരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ആദ്യ പ്രതികരണമാണ് അത്. ഇത്രയും കാലവും സർക്കാർ പറഞ്ഞിരുന്നത് അങ്ങനെ സുരക്ഷാ വീഴ്ചയില്ല എന്ന കാര്യമാണ്. അത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ സൈന്യം വരെ നേരിട്ട് പറഞ്ഞ കാര്യമാണ് അവിടെ സുരക്ഷാ വീഴ്ചയില്ല എന്നുള്ളതും. അദ്ദേഹം അങ്ങനെ
പറയുന്നുണ്ട് അവിടെ സുരക്ഷാ വീഴ്ചയുണ്ട് എന്ന് ഇന്നലെ ലഫ്റ്റനന്റ് ഗവർണർ സമ്മതിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള ആദ്യ കുറ്റസമ്മതം പോലെ വേണം കാണാൻ. എന്തായാലും പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്നും മനോജ് സിൻഹ ഒരു ദേശീയ മാധ്യമത്തോട് അദ്ദേഹം 5 വർഷം പൂർത്തിയാക്കി കഴിയുമ്പോഴാണ് അത് പറയുന്നത്. ദേശാഭിമാനിയും വീക്ഷണവും മാധ്യമവും സുപ്രഭാതവും ഈ 4 പത്രങ്ങളാണ് അത് 1-ാം പേജിൽ വലിയ വാർത്തയാക്കിയിട്ടുള്ളത്. മറ്റു പത്രങ്ങൾ നമ്മുടെ മനോരമയും മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങൾ ആ വാർത്ത 1-ാം പേജിൽ നൽകിയിട്ടില്ല, ഉൾപേജിലും നൽകാൻ ശ്രമിച്ചിട്ടില്ല. കാരണം ഒരു വലിയ ദേശീയ ദിനപത്രത്തിൽ നൽകിയ വാർത്ത അഭിമുഖമായതുകൊണ്ടായിരിക്കാം നൽകാതിരുന്നതെന്ന് കണക്കാക്കാം. പക്ഷേ എന്നാൽ പോലും അത് വലിയ വാർത്തയാകുമ്പോൾ അത് നൽകാമായിരുന്നു. ദേശീയ ദിനപത്രത്തിൽ നൽകിയ അഭിമുഖം എന്നെങ്കിലും പറയാമായിരുന്നു. കാരണം പഹൽഗാമിലെ ഭീകരാക്രമണത്തെ സർക്കാർ സുരക്ഷാ വീഴ്ചയല്ല എന്ന് പറഞ്ഞിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സുരക്ഷാ വീഴ്ചയാണ് എന്നൊരാൾ പറയുമ്പോൾ അതൊരു വലിയ വാർത്തയായിട്ട് വേണം കാണാൻ. മറ്റൊന്നുള്ളത്, ഇന്നലെ രാജ്യസഭയിലേക്ക് സി സദാനന്ദൻ മാസ്റ്ററെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നു. രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത് വലിയ വാർത്തയാണ്. സി സദാനന്ദൻ മാസ്റ്റർ കേരളത്തിൻ്റെ അഭിമാനമായി രാജ്യസഭയിലേക്ക് പോകുന്നു. പക്ഷേ അത് സംബന്ധിച്ച് പിന്നീട് ഇന്നലെയും ദേശാഭിമാനി ഒരുപാട് വാർത്തകൾ അത് സംബന്ധിച്ച് നൽകാൻ ശ്രമിച്ചിരുന്നു. കാരണം ദേശാഭിമാനിയെ സംബന്ധിച്ച് അതിൻ്റെ രാഷ്ട്രീയ വശം എന്നുള്ളതുകൊണ്ട് ദേശാഭിമാനിയും വീക്ഷണവുമാണ് അതിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ ഭരണഘടനാപരമായി അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ നാമനിർദ്ദേശം ശരിയല്ല എന്നാണ്. ഭരണഘടനാപരമായി അധ്യാപക വൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ നോമിനേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നോമിനേഷൻ ചില ക്ലോസുകളുണ്ട്, ചില ഘടകങ്ങളുണ്ട് എന്ന് ഭരണഘടനാപരമായി ആവർത്തിക്കാൻ ദേശാഭിമാനി ഇന്നലെയും ശ്രമിച്ചിരുന്നു, ഇന്നും ശ്രമിക്കുന്നുണ്ട്. ഞാനത് കാരണം ഒരു രാജ്യസഭയിലേക്ക് ഒരാളെ നോമിനേറ്റ് ചെയ്യുന്നു, അത് വാർത്തയാകുന്നു. പിന്നീട് അടുത്ത ദിവസവും അതേ വാർത്തയിൽ തന്നെ ഒരു പത്രം നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് വിശദീകരിക്കാനാണ് ഇതിലേക്ക് പോകുന്നത്. RSS നേതാവിൻ്റെ രാജ്യസഭാംഗത്വം കോടതി കയറും. സി സദാനന്ദനെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത നടപടി നിയമപരമായി ചോദ്യം ചെയ്യപ്പെടാം എന്നാണ് ദേശാഭിമാനി പറയുന്നത്. ഈ മാധ്യമങ്ങൾക്ക് മതിപ്പുള്ള സാമൂഹ്യ പ്രവർത്തനം എന്നുകൂടിയാണ് പറയുന്നത്. എന്താണ് ഈ സാമൂഹ്യ പ്രവർത്തനം എന്നൊക്കെ ദേശാഭിമാനി സംശയം ചോദിക്കുന്നുണ്ട്. ജനാർദ്ദനുമായി ചൂടേറിയ വാക്കുതർക്കമുണ്ടായെന്നും ജനാർദ്ദനും സി സദാനന്ദനും കൂട്ടർക്കും ജനാർദ്ദൻ എന്ന വ്യക്തിയോട് സി സദാനന്ദനും കൂട്ടർക്കും പകയുണ്ടായിരുന്നു. അത് ദേശാഭിമാനി ഇന്നലെ കൊടുത്ത വാർത്തയുടെ തുടർച്ചയാണ്. ജനാർദ്ദൻ എന്ന് പറയുന്ന ആളെ ആക്രമിക്കാൻ ഈ സി സദാനന്ദൻ അന്നത്തെ കാലത്ത് ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. 1990കളിലെ കഥയാണ് പറയുന്നത്. അത് ഉല്ലേഖ് NB എന്നൊരാൾ എഴുതിയ പുസ്തകത്തെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇൻസൈഡ് ഇന്ത്യാസ് ബ്ലഡേസ്റ്റ് റിവെഞ്ച് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഉല്ലാസ് NB എന്നയാൾ എഴുതിയ കണ്ണൂർ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഉള്ളടക്കവും ഒക്കെ വിശദീകരിച്ചുകൊണ്ടാണ് ജനാർദ്ദനുമായി ബന്ധപ്പെട്ട ചൂടേറിയ വാക്കുതർക്കം. ഇന്നലെ നമുക്കറിയാം CPM അക്രമത്തിൻ്റെ ഇരയായി ആണ് സദാനന്ദൻ മാസ്റ്റർ ദീർഘകാലം ഇപ്പോഴും ജീവിക്കുന്നത് എന്നാണ് എല്ലാ പത്രങ്ങളും പറയുന്നത്. ശരിയാണ്. ഒരു പക്ഷേ അതിനെ സമർത്ഥിക്കാനും അതിനെ എതിർക്കാനുമാണ് ദേശാഭിമാനി ഇന്നലെയും ശ്രമിക്കുന്നത്. അതൊന്ന് വിശദീകരിക്കുകയായിരുന്നു ഞാൻ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യപ്പെട്ടു. പിന്നീട് അതിനുശേഷവും ദേശാഭിമാനി അതിൽ തന്നെ പിടിച്ചു നിൽക്കുന്നു എന്ന് പറയാനാണ് ഈ വാർത്ത ഞാൻ എടുത്തതെന്ന് വേണം കാണാൻ. മറ്റൊന്ന് ദാമ്പത്യ തർക്കവുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾക്കറിയാം ദാമ്പത്യ തർക്കം നമ്മുടെ നാട്ടിൽ വലിയ വിഷയങ്ങളാണ്. എല്ലാ വീടുകളിലും ഒരുപക്ഷെ ഉണ്ടാകുമായിരിക്കുന്ന ഒരു ഘടകമാണ്. ഈ പുതിയ കാലത്ത് ഫോൺ കൂടി വന്നപ്പോൾ അത് തെളിവ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ആളുകൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അങ്ങനെ ചോർത്തിയ ഫോൺ സംഭാഷണവും തെളിവാക്കാമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ദാമ്പത്യ തർക്ക കേസുകളിലാണ് ഇതിൽ കോടതിയുടെ ഇടപെടൽ എന്ന് വേണം കാണാൻ. ദമ്പതിമാരുടെ രഹസ്യമായി റെക്കോർഡ് ചെയ്ത ഫോൺ സംഭാഷണം ദാമ്പത്യ തർക്ക കേസുകളിൽ തെളിവാക്കാമെന്ന് സുപ്രീം കോടതി വളരെ നിർണായകമായ ഒരു നിർദ്ദേശമായ വിധിയായിട്ട് വേണം കാണാൻ. ഭാര്യ അറിയാതെ ഫോൺ സംഭാഷണം ചോർത്തിയത് സ്വകാര്യതാ ലംഘനമാണെന്ന പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വിധി റദ്ദാക്കിയാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. അതൊരു വലിയ വിധിയാണ്. പുതിയ കാലത്ത് ഫോൺ ഉപയോഗിക്കുന്നവർ ജാഗ്രതയോടെ വേണം ഉപയോഗിക്കാൻ എന്നുള്ളൊരു സൂചന കൂടിയായിട്ട് വേണം കാണാൻ. ഇത് മാതൃഭൂമിയും കേരള കൗമുദിയും 1-ാം പേജിൽ വലിയ രൂപത്തിൽ വലിയ വാർത്തയായിട്ട് നൽകിയിട്ടുണ്ട്. ഈ 2 പത്രങ്ങൾ മാത്രമാണ് ഇതിനെ ആ രൂപത്തിൽ കണ്ടിട്ടുള്ളത് എന്നുകൂടി പറയാനാണ് ഈ വാർത്തയെക്കുറിച്ച് സംസാരിച്ചു പോകുന്നത്. പിന്നെ ഇന്നലത്തെ ഒരു മുഖ്യമന്ത്രി, ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം മതിൽ ചാടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹം മതിൽ ചാടുന്ന വാർത്ത പ്രധാനപ്പെട്ട പത്രങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ദേശാഭിമാനിയും മനോരമ 1-ാം പേജിൽ ചിത്രം സഹിതമാണ് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഗേറ്റ് ചാടി മുഖ്യമന്ത്രി ഒമർ. അത് അദ്ദേഹം ഇന്നലെ 931 ജമ്മു കാശ്മീരിൽ കൊല്ലപ്പെട്ടവരുടെ രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് അദ്ദേഹത്തിന് പോകണമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ തന്നെ പോലീസ് അനുവദിച്ചില്ല. അതാണ് ആ വാർത്തയുടെ പ്രാധാന്യം. ജമ്മു കാശ്മീരിലെ പോലീസ് തന്നെ അദ്ദേഹത്തെ പോകാൻ അനുവദിച്ചില്ല. പക്ഷേ അദ്ദേഹം ഒരു ദിവസം വീട്ടിടങ്കിലായിരുന്നു അദ്ദേഹം പറയുന്നു. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി കാറിൽ ഇവിടേക്ക് പോകുന്നു. അപ്പോഴും ആ ഗേറ്റ് അടച്ചിരുന്നു. രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ ഗേറ്റ് അടച്ചിരുന്നുകൊണ്ട് മതിൽ ചാടിക്കടക്കുന്നു. ഒരു മുഖ്യമന്ത്രിക്ക് മതിൽ ചാടിക്കടന്ന് സ്വന്തം സംസ്ഥാനത്ത് ഒരു സ്ഥലത്തേക്ക് പോകേണ്ട സാഹചര്യം കേരളത്തിലാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതിയാകും. ആ വാർത്ത അത്രത്തോളം പ്രാധാന്യമുള്ളതാണ്. ഇന്ത്യയിലാണിത് എന്ന് ആലോചിക്കണം. അദ്ദേഹത്തിൻ്റെ സഞ്ചരിക്കാനുള്ള അവകാശമാണ്, ജനാധിപത്യ അവകാശമാണ്, ഭരണഘടന നൽകുന്ന അവകാശമാണ് തടസ്സപ്പെടുത്തിയതെന്ന് വേണം കാണാൻ. അതുകൊണ്ട് അത് ആ രൂപത്തിൽ വലിയ വാർത്തയാണ്, വലിയ രൂപത്തിൽ ചർച്ചയായതാണ്. വരും ദിവസങ്ങളിൽ ജമ്മു കാശ്മീരിൽ അത് വലിയ ചർച്ചയാകും എന്നുറപ്പ്.
അതൊരു പക്ഷേ മനോരമയും ദേശാഭിമാനിയും മാതൃഭൂമിയും കേരള കൗമുദിയും ആ വാർത്ത ഒന്നാം പേജിൽ വലിയ പ്രാധാന്യത്തോടെ വലിയ ചിത്രങ്ങൾ സഹിതമാണ് നൽകിയിട്ടുള്ളതെന്ന് വേണം കാണാൻ. ഇനിയൊന്ന് നിമിഷപ്രിയയാണ്. നിമിഷപ്രിയ നമുക്ക് വലിയ വേദന ഉണ്ടാക്കുന്നതാണ്. നാളെയാണ് ആ വധശിക്ഷ നടപ്പാക്കുന്നത് എന്ന് നമ്മൾ കരുതുന്നു. അതൊരു ഇപ്പോഴും ഒരു ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടാത്ത ഒരു വാർത്തയാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ കോടതി, കേന്ദ്ര സർക്കാർ, മറ്റു പല ആളുകൾ, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് അതിൽ ഇന്നലെ ഇടപെട്ടിട്ടുണ്ട്. ഒരു പക്ഷേ വധശിക്ഷ റദ്ദാക്കിയാൽ അത് നമ്മളെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ കാര്യമാണ്. അത് നമ്മളുടെ പത്രങ്ങളിൽ വലിയ വാർത്തയായി തന്നെ നമുക്ക് കാണേണ്ടി വരും. നിമിഷപ്രിയയുടെ വധശിക്ഷ അതിനകത്തൊരു രാഷ്ട്രീയം കൂടി ഉള്ളതുകൊണ്ട്, കാരണം ഇന്നലെയാണ് കേന്ദ്ര സർക്കാർ കോടതിയിൽ അക്കാര്യം പറയുന്നത്. ദേശാഭിമാനി അത് പറയുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ കൈമലർത്തി കേന്ദ്രമെന്നാണ് ദേശാഭിമാനി പറയുന്നത്. കൈമലർത്തി കേന്ദ്രമെന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ അതിൽ ഇടപെടാൻ തയ്യാറായിട്ടില്ല എന്ന രൂപത്തിലാണ് ദേശാഭിമാനി വാർത്ത നൽകുന്നത്. പക്ഷേ അങ്ങനെയല്ല. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുന്നു എന്നാണ് കേന്ദ്രം ഇന്നലെ സുപ്രീം കോടതിയിൽ പറഞ്ഞത് എന്നാണ് ജന്മഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത്. യമൻ ജയിലിലുള്ള നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി അറിയിച്ചു. ഹൂതി നിയന്ത്രണത്തിലുള്ള മേഖലയുമായി നയതന്ത്ര ബന്ധം അംഗീകരിച്ചിട്ടില്ലാത്തതിനാൽ സ്വകാര്യ തലത്തിലെ ചർച്ചകൾക്ക് മാത്രമാണ് ശ്രമിക്കുന്നത്. ഇന്ത്യക്ക് അവിടെ യമനിൽ നയതന്ത്ര ബന്ധമില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് സാധ്യമായതല്ല അക്കാര്യം. കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ കഴിയുന്നതിനുള്ള പരിമിതിയുണ്ട്. അതുകൊണ്ട് സ്വകാര്യമായി ഇടപെടാൻ കഴിയുന്ന രൂപത്തിൽ ഇടപെടുന്നുണ്ട് എന്നാണ് കാണുന്നത്. വിലയേറിയ നിമിഷം പ്രതീക്ഷ ബാക്കിയെന്ന് വീക്ഷണം പറയുന്നുണ്ട്. നിമിഷപ്രിയയുടെ വധശിക്ഷ തലാലിൻ്റെ കുടുംബവുമായി കാന്തപുരത്തിൻ്റെ പ്രതിനിധിയുടെ ചർച്ച നടക്കുന്നു. അങ്ങനെയാണ്, അതാണ് കാര്യം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടക്കുന്ന ചർച്ചകൾ എ പി കാന്തപുരം അദ്ദേഹമാണ് ചർച്ച നടത്തുന്നത്. അദ്ദേഹം അവിടുത്തെ മതപണ്ഡിതരുമായി വിശദമായ ചർച്ച നടത്തുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അവിടെ നിന്നുള്ള വിവരങ്ങൾ അറിയാൻ കഴിയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. യമൻ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ ചർച്ചകൾ തുടർന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. അതാണ് വീക്ഷണത്തിൻ്റെ ഒന്നാം പേജിലെ പ്രധാനപ്പെട്ട വാർത്ത. അതങ്ങനെ തന്നെയാണ്. സർക്കാരിന് കോടതിക്ക് ഇടപെടാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞു. കാരണം അവിടെ നയതന്ത്ര ബന്ധം ഇന്ത്യയുമായിട്ട് ഇല്ലാത്തൊരു നാടാണ് അവിടെ. അങ്ങനെയാണ് ഞാൻ ആദ്യം പറഞ്ഞ ദേശാഭിമാനിയുടെ വാർത്തയും ജന്മഭൂമിയുടെ വാർത്തയും രണ്ട് രാഷ്ട്രീയ രൂപത്തിലാണ്. ഒരുപക്ഷെ വീക്ഷണമാണ് കാര്യമായി അതിനെ പറയുന്നത്. അവിടെ ഇടപെടുന്നത് കാന്തപുരമാണ് എന്നുള്ളത് കൂടി. ഇനിയെന്നുള്ളത് ഒരു കൗതുകമുള്ള സംഗതിയാണ്. പക്ഷേ നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് നമുക്ക് വലിയ ആശങ്ക എപ്പോഴും ഉണ്ടാകാറുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ ദിവസവും കഴിക്കുന്ന, അല്ലെങ്കിൽ ദിവസവും കഴിക്കാൻ ആഗ്രഹിക്കുന്ന, കണ്ടാൽ കഴിച്ചു പോകുന്ന സമൂസയും ജിലേബിയും പക്കോടയൊക്കെ ഇനി ഒരുപക്ഷെ കൗതുകത്തോടെ കഴിക്കാൻ കഴിയില്ല, ഇഷ്ടത്തോടെ കഴിക്കാൻ കഴിയില്ല. കാരണം സിഗരറ്റ് വലിയ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് സിഗരറ്റിൻ്റെ കവറുകളിൽ എഴുതി വെക്കുന്നത് പോലെ, കടകളിൽ എഴുതി വെക്കുന്നത് പോലെ സമൂസയും ജിലേബിയും ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നൊരു വരി കണ്ടുകൊണ്ട് വേണം അത് കഴിക്കേണ്ടി വരാൻ. അങ്ങനൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. അത്തരം സ്ഥാപനങ്ങളിലെ ബോർഡുകളിൽ സമൂസയും ജിലേബിയും ആരോഗ്യത്തിന് ഹാനികരമാണെന്ന മുന്നറിയിപ്പുണ്ടാകും. നമുക്കറിയാം, സിഗരറ്റ് വലിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ വലിക്കാത്ത ആളുകളോ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന മുന്നറിയിപ്പ് കാണുമ്പോൾ തന്നെ, ആ പരസ്യം കാണുമ്പോൾ തന്നെ അത് കഴിക്കാൻ തോന്നില്ല അല്ലെങ്കിൽ വലിക്കാൻ തോന്നില്ല. അങ്ങനെയാണ് ആ പരസ്യത്തിൻ്റെ ചിത്രീകരണമൊക്കെ ഉള്ളത്. സിനിമാ തിയേറ്ററിൽ പോയിട്ടുള്ളവർക്ക് അറിയാം. അതുപോലെ തന്നെ വരാൻ പോവുകയാണ് സമൂസയും ജിലേബിയും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും കൗതുകപരമായ വാർത്ത. അത് മാതൃഭൂമിയും ദേശാഭിമാനിയും മാധ്യമവും മംഗളവും ഈ വാർത്ത ഒന്നാം പേജിൽ നന്നായി തന്നെ നൽകിയിട്ടുണ്ട്. കാരണം ആരോഗ്യം എന്നുള്ളത് എല്ലാവർക്കും കൗതുകമുള്ള സംഗതി ആയതുകൊണ്ട് അതിൽ വലിയ ജാഗ്രത എല്ലാവരും പുലർത്തേണ്ടി വരും. ഇനി ജിലേബിയും സമൂസയും കഴിക്കുന്നവർ ശ്രദ്ധിക്കുക.